വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം നടത്താൻ പോവുകയാണ്. സമരത്തിന് അനുമതി കൊടുക്കുമോ, ഇന്ത്യയിലെത്തുന്ന അഭിജിത് ദീപ്കയെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമോ എന്നത് വേറെ കാര്യം. പക്ഷേ ഓൺലൈനായിരുന്ന പ്രതിഷേധം ഓഫ്ലൈൻ ആകുന്നതിന്റെ സൂചന എന്താണ് നൗഫൽ? അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും രംഗത്ത് വരാത്തൊരു പാർട്ടിയാണല്ലോ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അവർ സംഗമം നടത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചു, പക്ഷേ സംഗമം നടത്തിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമൂഹ്യ മാധ്യമങ്ങൾ അവർക്ക് ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണ്. നേരത്തെ അതേക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ വന്നു കഴിഞ്ഞു. BJPയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിനേക്കാളും എത്രയോ വലിയ ഫോളോവേഴ്സ് അവർക്കുണ്ടായി എന്നുള്ളതാണ്. അപ്പം അവരുടെ നിലവിലുള്ള അവരുടെ എല്ലാ പ്രഖ്യാപനങ്ങളും അവരുടെ എല്ലാ പ്രതിഷേധങ്ങളുമൊക്കെ ഭരണകൂടത്തിനെതിരാണ്. അപ്പോൾ ആ എതിർപ്പ് എന്നുള്ളത്, അതിന് എന്തുകൊണ്ട് ഇത്രത്തോളം പിന്തുണ കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവർ ഉന്നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വിരമിച്ചതിന് ശേഷം ചീഫ് ജസ്റ്റിസിന് രാജ്യസഭാ സീറ്റ് നൽകില്ല. അത് BJP ഇപ്പോൾ തുടരുന്ന നിലപാടുകൾക്ക് എതിരെയാണ്. രണ്ടാമത്തെ കാര്യം, വോട്ട് ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ, നിയമാനുസൃതമായ വോട്ട് ഇല്ലാതാക്കിയാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ UAPA ചുമത്തുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതും നമുക്കറിയാം BJPക്കെതിരെ പറയുന്നതാണ്. പാർലമെൻറ്റിൽ സീറ്റുകൾ കൂട്ടാതെ തന്നെ 50% വനിതാ സംവരണം ഏർപ്പെടുത്തും. അതും നമുക്കറിയാം കേന്ദ്രത്തിനെതിരെയാണ്, BJPക്കെതിരെയാണ്. അടുത്തതാണ് ഭയങ്കര തമാശ, അംബാനി അദാനി ഉടമസ്ഥയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കുമെന്നുള്ളതാണ്. അതും കൃത്യമായി നമുക്കറിയാം. ഇപ്പോൾ നിലവിൽ കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, ഹിന്ദി മാധ്യമങ്ങൾ, ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുടെ നിലപാട് നമുക്കറിയാം. അവരുടെ പൂർണ്ണമായ ലൈസൻസ് റദ്ദാക്കുമെന്നുള്ളതാണ് നിലപാട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കൂറുമാറുന്ന MLA-മാരെയും MP-മാരെയും 20 വർഷത്തേക്ക് അയോഗ്യരാക്കുമെന്നുള്ളതാണ്. ഇതെല്ലാം എന്താണ്? BJPക്കെതിരാണ്, കേന്ദ്രത്തിനെതിരാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ വളർച്ച, അല്ലെങ്കിൽ ഇവർ ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനായി മാറുന്നതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് BJPയാണ്. നേരത്തെ ഉള്ളതുപോലെ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ BJPക്കെതിരെയുള്ള പോസ്റ്റുകളെക്കുറിച്ച് നമുക്കൊന്ന് പരിധിയാൽ കാര്യം മനസ്സിലാവും. അതായത് ആദ്യമൊക്കെ മോദി പ്രകീർത്തനങ്ങളായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിൽ പിന്നീട് മോദിക്കെതിരെയുള്ള ട്രോളുകളും മോദിക്കെതിരെയുള്ള മീമുകളും നിരവധിയായി സോഷ്യൽ മീഡിയയിൽ വന്നു നിറഞ്ഞു. ധ്രുവ്റാട്ടി എന്ന് പറയുന്ന യൂട്യൂബറെ നമുക്കറിയാം. അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം BJPക്കെതിരെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനുകൾ വിജയിച്ചു എന്ന് നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റിലധികം നേടുമെന്ന് പ്രത്യാശിച്ചിരുന്ന BJPയെ ഏറ്റവും താഴേക്ക്, അവർ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ താഴേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതും നമുക്കറിയാം. അപ്പം BJP ഇതിനെ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി വെറും ഒരു ഓൺലൈൻ സംവിധാനം മാത്രമാണ് എന്ന് കരുതി നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ എക്സ് അക്കൗണ്ട് പൊട്ടിക്കാനും മറ്റും അവരുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കറിയാം, ഈ ഓൺലൈൻ കൂട്ടായ്മ എന്നുള്ളത് വെറും ഒരു ഓൺലൈൻ കൂട്ടായ്മയാണല്ലോ എന്ന് കരുതിയിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. കാരണം പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായി ഉണ്ടായത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിൽ ഒരു ഓൺലൈൻ കൂട്ടായ്മയാണ് വളർന്നു വരികയും അവിടെ കലാപമായി പടരുകയും അവിടെ ഭരണമാറ്റം തന്നെ സംഭവിക്കുകയും ചെയ്തത്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം ബംഗ്ലാദേശിൽ അത് സംഭവിക്കുന്നത് തൊഴിലില്ലാത്ത യുവാക്കളിൽ നിന്ന് തന്നെയാണ്. സാമൂഹ്യ മാധ്യമ നിയന്ത്രണത്തിനെതിരെയാണ്. സംവരണം നടപ്പിലാക്കാൻ പോകുമ്പോൾ മറ്റു വലിയൊരു വിഭാഗത്തിന് നഷ്ടമാകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ആധി പൂണ്ടാണ് അവരൊക്കെ അങ്ങനെ സമരത്തിനിറങ്ങിയത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഇതിന് തുടക്കം എന്താണ്? ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതാണല്ലോ പ്രശ്നം. അപ്പം അതേ തുടർന്നുണ്ടായ ചെറിയൊരു തുടക്കമാണ് വളരെ പെട്ടെന്ന് രാജ്യമൊട്ടാകെ പടർന്നു പിടിക്കുകയും നിരവധി മില്യൺ കണക്കിന് ആളുകൾ അതിലേക്ക് ചേരുകയും ചെയ്തു. അതായത് തൊഴിലില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അതിൽ ആളുകൾ രോഷാകുലരാണ്. ആളുകൾ പൊട്ടിത്തെറിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തോന്നിപ്പിക്കും വിധമാണ് ഈ സംവിധാനത്തിന് ഈ പിന്തുണ കൂടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് ഒരു ഓഫ്ലൈനായി മാറിക്കഴിഞ്ഞാൽ അത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അറിയേണ്ടത്, ഇത്തരം സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അതിനൊരു ശക്തമായ സംഘടനാ സംവിധാനമില്ല, ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയില്ല, ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സംവിധാനം എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, അണ്ണാ ഹസാരയുടെ മുന്നേറ്റം, അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഉദയം, വളർച്ച,
തകർച്ച, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പലതും ആവശ്യമുള്ള കൃത്യമായ രാഷ്ട്രീയ അടിത്തറ, പ്രത്യയശാസ്ത്ര അടിത്തറ ഒന്നും ഇല്ലാത്തതിൻ്റെ, സംഘടനാ സംവിധാനം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ അതിനൊക്കെയുണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. ഇത് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ തുടക്കക്കാരൻ. ആരാണ് ഇതിനെ മുന്നോട്ട് നയിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ പ്രത്യയശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവ്യക്തതയുണ്ട്. ദളിത് വിഷയങ്ങളിൽ ഇവരെന്ത് നിലപാടെടുക്കുന്നു, വനിതാ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നു, നിലവിലുള്ള കമ്മ്യൂണൽ പോളറൈസേഷനിൽ നിന്ന് നിലപാട് സ്വീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. അപ്പോൾ അതൊന്നും കൃത്യമായി അറിയാതെ ഒരു പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകുന്നു പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിലവിലുള്ള കേന്ദ്ര ഭരണത്തിനെതിരെ വലിയ രോഷം ഈ രാജ്യത്തുണ്ട്. ആ രോഷം തന്നെയാണ് ഇത്തരമൊരു സംവിധാനത്തിലൂടെ പ്രകടമാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ, ആ പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് 18 വിദ്യാർത്ഥികളാണ് രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? രാജ്യത്ത് ഒരു പരീക്ഷ നടത്താൻ കഴിയാത്ത ഒരു സംവിധാനമായി കേന്ദ്രഭരണം മാറിയിരിക്കുന്നു. CBSE പരീക്ഷയിൽ മൂല്യനിർണ്ണയത്തിൽ വലിയ ക്രമക്കേട്, വലിയ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. ആ പരീക്ഷയിലെ വിദ്യാർത്ഥികൾ വലിയ ആശങ്കയോടുകൂടിയാണ് ഇപ്പോൾ രാജ്യത്ത് കഴിയുന്നത്. ഇതിനെതിരെയൊക്കെയുള്ള പ്രക്ഷോഭമായിട്ട് ഇവർ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ, മധ്യവർഗത്തെ ബാധിക്കുന്ന ഇത്തരം വലിയ വിഷയങ്ങളിൽ ഇങ്ങനെ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനമായി കോക്രോച്ച് ജനതാ പാർട്ടി മാറുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് ജനപിന്തുണ കൂടും. കാരണം ഈ പറയുന്ന പരീക്ഷകൾ നടത്താൻ കഴിയാത്ത വിധം കെട്ടുപോയ ഒരു ഭരണമാണ് ഇന്ത്യയിലുള്ളത്. അതിനെതിരെയുള്ള പ്രക്ഷോഭം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. രാഹുൽ ഗാന്ധി വലിയ ഫേസ്ബുക്കുകളിലും അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളെ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ച് പ്രതിഷേധം എന്ന രൂപത്തിൽ പലതും പറയുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി, കോൺഗ്രസ് പാർട്ടിയോ പ്രതിപക്ഷത്തുള്ള മറ്റു പാർട്ടികളോ ഇത് ഏറ്റെടുത്ത് രാജ്യമൊട്ടാകെ ആളിക്കത്തുന്ന പ്രതിഷേധം സംഘടിപ്പിക്കുന്നതേയില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രതിഷേധിക്കാനുള്ള അവസരം എവിടെയെന്ന് തേടി നടക്കുകയാണ് ഈ ജെൻസി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ കൂടും. അവർ ഓഫ്ലൈൻ ആകാൻ വേണ്ടി ശ്രമിച്ചാൽ അതിലേക്കും ആളുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനെ തടുക്കാനായിരിക്കും കേന്ദ്രത്തിൻ്റെ ശ്രമം എന്നൊരു സംശയം. ഇതിനകത്ത് നൗഫൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെടുത്തെന്ന് ഞാൻ തുടങ്ങാം. അതായത് ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത് നടന്ന എക്സാമുകളുടെ അട്ടിമറിയാണ്. നീറ്റാണെങ്കിലും CBSE ആണെങ്കിലും അവിടെ തെരുവുകൾ നിറയ്ക്കേണ്ടത് ആരായിരുന്നു? കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ പിടിപ്പുകേടാണ് ഇതിലേക്ക് നയിച്ചത്. വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ തന്നെ പിടിപ്പുകേടാണ് ഇത്തരം ഒരവസ്ഥ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ പ്രതിഷേധത്തിൻ്റെ അലമാലകൾ തീർക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിൻ്റേത് പ്രസ്താവനകളിൽ ഒതുങ്ങുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കുന്ന രീതിയിലേക്ക് ആ പ്രക്ഷോഭങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് യുവത്വം നിരാശയിലേക്ക് പോകുന്നത്. രാജ്യത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവർ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിന്, അവർ നേടിയെടുത്ത യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടുന്നില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെയിരിക്കുന്ന ജനതയാണ് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇത് എക്സിലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലെയോ വിപ്ലവം പോലെയല്ല തെരുവിൽ വിപ്ലവം നയിക്കുക. അതിന് ഏകോപിതമായ സംവിധാനങ്ങളും രൂപങ്ങളും വേണം. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വ്യക്തി തുടങ്ങി വെച്ച വേണമെങ്കിൽ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ രൂപം എന്നൊക്കെ പോലും വിമർശകർ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാനാവും, അത്തരം സംവിധാനങ്ങളെ ഭരണകൂടത്തിന് അടിച്ചമർത്താനും വളരെ വേഗത്തിൽ കഴിയും എന്നുള്ളതാണ്. പക്ഷേ രാജ്യത്താകമാനം നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായും പുതിയ തലമുറ ഇത്തരം രീതികളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിലെങ്കിലും തെരുവുകളിൽ ആളെ കൂട്ടാൻ ഈ സംവിധാനത്തിന് കഴിയാനുള്ള സാധ്യതയെ നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അതൊരു എത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും, അവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ചോദ്യം നമ്മൾ കണ്ടറിഞ്ഞ് അതിൻ്റെ ഉത്തരം കാത്തിരിക്കേണ്ടതാണ്.